ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മളിവിടെയുള്ള ഒരു മാളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. മക്കൾസൊക്കെ മാറ്റി, പിഞ്ചു മാറ്റി, എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. പിഞ്ചു ഇതാ നല്ല അടിപൊളിയായിട്ട് ഗൗണൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇസാക്കു വൈകുന്നേരം തന്നെ മാറ്റിയിരിക്കുന്നുണ്ട്. ഞങ്ങൾ 7 മണിക്കാണ് പോകാൻ റെഡി ആയത്. പക്ഷേ ഓൻ വേഗം മാറ്റി ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടിരുന്നേന്. ഓന് എവിടേക്ക് പോകണേലും വേഗം മാറ്റി റെഡി ആയിട്ടിരിക്കും. പിന്നെ റിഷു ഉണ്ട്, ഓളും മാറ്റി സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും പോണ തിരക്കിലാണ്. ഞങ്ങളന്ന് ഫസ്റ്റായിട്ടാണ് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഫസ്റ്റായിട്ടാണ് പുറത്തേക്ക് പോകണത്. അതിൻ്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. പിന്നെ റിഷു ഷോക്സൊക്കെ ഇട്ട് എല്ലാവരും റെഡിയായി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു ചായ കുടിച്ചാൻ പോയി. അവിടുന്ന് എല്ലാവരും ഇതാ ചായക്കും വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇസാക്കു ഭയങ്കര കലിപ്പിലാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഇളച്ചൻ്റെ 2 മക്കളുണ്ടായിന് കേട്ടോ. സന്നു, സോനു ഉണ്ട്. പിന്നെ റിഷു, ഉപ്പു, ഇസ എൻ്റെ മക്കൾ, ഒരു 3 എൻ്റെ മക്കൾ. പിന്നെ എൻ്റെ താത്ത ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ അവിടുന്ന് ഒരു മാളിൽ പോകാമെന്ന് പറഞ്ഞ്. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ഇളച്ചിൻ്റെ മക്കളെ പോലെ വീട്ടിലാക്കണം. അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒന്നാമത് മൊത്തം തിരക്കായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണതിൽ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ മാളിൽ പോകാമെന്ന് പ്ലാനിട്ട്. ബീച്ചിലാണോ മാളിലാണോ പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ മക്കൾസ് പറഞ്ഞ് മാളിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ മാളിൽ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ അവിടെയുള്ളൊരു റെഡ് സീ പറഞ്ഞൊരു മാളിലാണ് ഞങ്ങൾ പോകാൻ വിചാരിച്ചത്. എനിക്ക് പൊതുവേ ഈ മാളിൽ പോകുന്നത് വലിയ ഇഷ്ടമല്ല. എവിടെയെങ്കിലും ബീച്ച്, വെള്ളച്ചാട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോണതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള വലിയ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അതിനോടൊന്നും വലിയൊരു താല്പര്യമില്ല മാളിൽ പോയിട്ട് കാണുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നത് നല്ല അടിപൊളി മാളേനി. പിന്നെ നമ്മളെ നാട്ടിലത്തെ മാളിനെ കാട്ടിലും ഒന്നുകൂടി ഉഷാറായിട്ട് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള മാളാണെന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ പേരറിയണമല്ലോ ഒന്ന് പറയണ്ടേ. നമ്മളിത് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്നാൽ പിന്നെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ബായ്.